ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. തീർച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശ്വാസികളാണല്ലേ. പണ്ട് കാലഘട്ടത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? തൊട്ടു വിശ്വാസികൾ. കാരണം തോമാസ് ലീഗയുടെ പൈതൃകം സ്വീകരിച്ചിട്ടാണല്ലോ നമ്മൾക്ക് ജീവിച്ചേ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് തൊട്ടു വിശ്വാസികളാണ്. എങ്ങനെയായാലും നമ്മളൊക്കെ വിശ്വാസികളാണ്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യം, കുറച്ച് മാത്രം വിശ്വാസികളും കുറച്ച് പേര് നിരീശ്വരവാദികൾ അന്നിങ്ങനെ ഇല്ല. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ഏതെങ്കിലും കാര്യത്തിൽ വിശ്വാസമുള്ളവരാ. നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാ. ബസ് ഡ്രൈവറിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ യാത്ര ചെയ്യണേ. ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ പൈലറ്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോണേ. പറഞ്ഞു വരുന്നത്, നമ്മുടെ അപ്പനിൽ, നമ്മുടെ അമ്മയിൽ, നമ്മുടെ സഹോദരന്മാരിൽ, നമ്മുടെ അധ്യാപകരിൽ, ഗുരുഭൂതരിൽ, വൈദികരിൽ, സമർപ്പിതരിൽ എല്ലാവരും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കണേ. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൻ്റെ ആ ചൈതന്യത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് വിശ്വാസം എന്നതിനെക്കുറിച്ച് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. എന്നോട് ചില ചോദിക്കും, ഈ മലയാളത്തിൽ എങ്ങനെയാണ് വിശ്വാസത്തെ നമുക്കൊന്ന് നിർവചിക്കാം? ഇതിങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ശ്വാസവും വിശുദ്ധമായ ആശ്വാസവുമാണ് വിശ്വാസം. എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്വാസമായിരിക്കണം, രണ്ട് ആശ്വാസമാണ്. കാരണം നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ, ഈ വചനം കേൾക്കുന്നൊരു ആത്മാവിന് സാധാരണക്കാരനാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിന്റെ ജീവശ്വാസമായിരിക്കണം. ജീവശ്വാസമായിരിക്കണം. കാരണം യേശു ക്രിസ്തു തമ്പുരാനില്ലാതെ മറ്റൊരു രക്ഷയില്ല. കർത്താവായ യേശുവാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് നിന്റെ ശ്വാസം തന്നെ എന്തായിരിക്കണം? സത്യവാനുള്ള യേശു ക്രിസ്തുവിന്റെ വിശ്വാസമായിരിക്കണം. ഒന്ന്, നീ അങ്ങനെ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ വലിയ ആശ്വാസമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ശ്വാസമായിരിക്കണം. ആ പ്രകാരം നിന്റെ ജീവിതത്തിൽ വലിയ ആശ്വാസം ഉണ്ടാകും. ഞാൻ ബൈബിളിൽ വിശ്വാസത്തിന്റെ പിതാവായിട്ട് സർവരും പറയുന്ന ഒരാളുണ്ട്. ആരെന്നറിയാലോ? ആരാ? അബ്രാഹാം. വിശ്വാസത്തിന്റെ പിതാവായ ദൈവത്തിന്റെ വാക്ക് കേട്ട് 100-ാം വയസ്സിലുണ്ടായ സ്വന്തം മകനെ, ഏകമകനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിച്ച അതേ അബ്രാഹാം വിശ്വാസത്തിന്റെ പിതാവ്. എന്നാൽ പുതിയ നിയമത്തില് ഞാൻ 4 പേരെ പരിചയപ്പെടുത്താം വിശ്വാസത്തിന്റെ പിതാക്കന്മാരായിട്ട് ഞാൻ കാണുന്നവരാ. അതിൽ 2 പേര് പുരുഷന്മാരും 2 പേര് സ്ത്രീകളാണ്. അതിലൊന്ന് പത്രോസ്ലീഹയാണ്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 തിരുവചനത്തിൽ കേസരി ഫിലിപ്പിയിൽ എത്തിയപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തിനെ ഇങ്ങനെ പതുക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, ആൾക്കാർ പലവിധ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആൾക്കാർ രാജാവാമോണ്, ചക്രവർത്തി ആമോണ് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ, ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറയുന്ന ഈ വാചകം സത്യത്തിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അപ്പനോടും അമ്മയോടും ചോദിക്കണം, അപ്പച്ചാ എന്നെക്കുറിച്ച് അപ്പച്ചനൊരു തോന്നണേ? എൻ്റെ ക്ലാസ് ടീച്ചറിന് ഞാൻ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് എന്ത് തോന്നണേ? സത്യത്തിൽ ഒരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കണം, അച്ഛാ പല കുടുംബങ്ങളും ഈ ഇടവേലുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഞങ്ങളൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇത് ഒരു ആത്മശോധനയുടെ നിമിഷ. കർത്താവ് പോലും പിതാവായ ദൈവത്തോടല്ല ചോദിക്കണേ, മറിച്ച് തൻ്റെ അരുമ ശിഷ്യരോട് ചോദിക്കണേ, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അപ്പോൾ അവർ പറയുകയാണ്, മറ്റുള്ളവർ ഏലിയാന്ന് പറയുന്നത്, ചിലർ പറയുന്നത് മോശ എന്ന് പറയുന്നത്, ചിലർ പറയുന്നത് ഇതാ സ്ലാബികനാ ജീവൻ വെച്ച് വന്നിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെന്ന്. അവസാനം കർത്താവിൻ്റെ ഈ വാക്ക് കേട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഈ ചോദ്യം കേട്ട് പത്രോസിൻ്റെ ഒരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യു ആർ ദ ജീസസ് ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുമാറ് ആ വചനത്തിന് മാറ്റൊലി ഇന്നും 2000 വർഷങ്ങൾക്ക് ശേഷം നിലകൊള്ളുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ക്രിസ്ത്യൻ സഭ ഈ ലോകം തന്നെ നിലകൊള്ളണേ. മറക്കരുത്.
നമ്മളൊക്കെ യേശു ക്രിസ്തുവിനോട് പറയേണ്ട വാചകമാണ്, കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലാണ് അപ്പം തന്നെ ഉണ്ടല്ലോ പത്രോസ്ലിക്ക് അല്ലെങ്കിൽ പത്രോസ്ലിഹായ്ക്ക് കർത്താവായ ദൈവം താക്കോലെടുത്തിട്ട് പറഞ്ഞു, നീ എൻ്റെ സഭയെ നോക്കിക്കൊള്ളൂ കേട്ടാ, നീ എൻ്റെ സഭയെ നോക്കിക്കൊള്ളൂ. രണ്ടാമത്തെ വിശ്വാസത്തിൻ്റെ പിതാവ് തോമാസ് ലീഹയെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ട ആദ്യ ദിവസം തോമാസ് ലീഹ ഉണ്ടായില്ല, പലപ്പോഴും ഉണ്ടാവാറില്ല, അതാണ് തോമാസ് ലീഹയുടെ പ്രത്യേകത. പക്ഷേ വലിയൊരു ഭാഗ്യം കിട്ടി. എന്താണെന്നറിയോ? രണ്ടാമത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം അന്വേഷിച്ചത് ആരെന്നറിയോ? ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ, അതായത് ഈ ഭാരതത്തിൽ വിശ്വാസത്തിന്റെ ദീപശിഖ നൽകിയ തോമാസ് ലീഹയെ വിളിച്ചിട്ട് പറയാണ്, തോമാസ് ലീഹയെ നീ എൻ്റെ മുന്നിൽ വരിക, തോമാസെ എൻ്റെ മുന്നിൽ വരിക. അതിന് ശേഷം തോമാസ് ലീഹയോട് കർത്താവ് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ? എൻ്റെ മുറിവുകൾ കാണുക, അതിൽ നീ തൊടുക. അവിശ്വാസിയാകാതെ മകനെ വിശ്വാസിയായി വേഗമണയൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ നോക്കിയും തമ്പുരാൻ പറയും, അവിശ്വാസിയാകാതെ മകനെ വിശ്വാസിയായി വേഗമണയൂ. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളരേണ്ട ഒരു വാചകം. അതിനുശേഷം തോമാസ് ലീഹ എന്താ പറഞ്ഞതറിയോ? കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇതാണ് വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് കാണുന്ന തോമാസ് ലീഹ. 2 സ്ത്രീകളെയും കൂടി ഞാൻ പരിചയപ്പെടുത്താൻ കേട്ടോ. അതിലൊന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ മർത്ത എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച്, അല്ലെങ്കിൽ മറിയം എന്ന് പറയുന്ന സഹോദരിയെ കുറിച്ചിട്ടാ. അവരുടെ അടുക്കലേക്ക് കർത്താവ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ ലാസറിനെ ഉയർപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഞാനാണ് പുനരുദ്ധാനവും ജീവനുമാണ് എന്നുള്ള സത്യം നിനക്കറിയോ? അപ്പൊ അവർ പറയാണ്, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന സത്യവാനായ യേശു ക്രിസ്തുവാണ് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റ വാക്കുകൊണ്ട് ലാസറിനോട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക, അവനെ കെട്ടുകൾ അഴിക്കുക, ആ പോകട്ടെ. അത് നമ്മുടെ വിശ്വാസമായിട്ട് പറഞ്ഞുകൊണ്ടാ. ഒരാളെയും കുറിച്ചും കൂടി ഞാൻ പരിചയപ്പെടുത്താം. അത് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. അത് കാനാങ്കാരിയായ സ്ത്രീയെ കുറിച്ചിട്ടാ. കാനാങ്കാരിയായ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മകളെ ഒരു പിശാച് ബാധിച്ചിരിക്കുകയാണ്, ഒരു പിശാച് ബാധിച്ചിട്ട് സൗഖ്യപ്പെടുത്തണം. ശരിയാണ്, ആ സ്ത്രീയെ കർത്താവ് ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, നായ്ക്കൾക്ക് കൊടുക്കാനുള്ളതല്ല ഭക്ഷണം എന്നതിനെ കുറിച്ചുള്ള കർത്താവ് ഒരു വാക്കൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ആ സ്ത്രീകളുടെ വിശ്വാസം ഒരിക്കലും ക്ഷയിച്ചില്ല. ആ പെൺകുട്ടി പറയുന്നുണ്ട്, കർത്താവേ, മേശയിൽ കിടക്കുന്ന ഭക്ഷണം വേണ്ട, ആ മേശയിൽ നിന്ന് താഴെ വീഴുന്ന ആ പൊടിക്കഷ്ണം നായ്ക്കൾ തിന്നുന്ന ഭക്ഷണം എനിക്ക് മതി. കർത്താവ് പറഞ്ഞു, നിനക്ക് സൗഖ്യമുണ്ടാകും, നിന്റെ മകൾക്ക് സൗഖ്യമുണ്ടാകും, കൃപയുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 പുരുഷന്മാർ 2 സ്ത്രീകൾ, അവരുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ, നമ്മൾ നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, പ്രത്യേകിച്ച് ഒരു വല്യമ്മ എന്നോട് വന്ന് പറയാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഉണ്ടായി. എന്താണെന്നറിയോ? ഞാൻ കൊന്ത 10 പ്രാവശ്യം ചൊല്ലും, അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കും. പക്ഷെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? 10 ദിവസം, ഒരു ദിവസം 25 പ്രാവശ്യം വിശ്വാസ പ്രമാണം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. കേട്ടോളൂട്ടാ, വിശ്വാസ പ്രമാണം ഉണ്ടല്ലോ, നമ്മളൊക്കെ വീടുകളിൽ കൊന്തയ്ക്ക് ചൊല്ലുന്ന സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം. സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ വിശ്വാസ പ്രമാണം 25 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലി 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരിക്ക് അത്ഭുതം ഉണ്ടായി, കൃപയുണ്ടായിന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവശാസ്ത്രം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു നിഷ്കളങ്കമായ വിശ്വാസമാണ്. പക്ഷെ ഞാനത് അംഗീകരിക്കുക. ആ സാധാരണ സ്ത്രീയിൽ ദൈവം ഇടപെട്ടു. ഒറ്റ കാര്യം ചെയ്തുള്ളൂ ആ സ്ത്രീ. എന്താണെന്നറിയോ? നമ്മുടെ വീടുകളിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടുകളിൽ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണമുണ്ട്, നിത്യ വിശ്വാസ പ്രമാണം. അതിനേക്കുപരി നമ്മളൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന പഴയ കാലഘട്ടത്തിൽ വിശ്വാസ പ്രമാണമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് അത് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്നാ. അതിനെക്കുറിച്ചൊരു പാരമ്പര്യമുണ്ട്. എന്താണെന്ന് അറിയോ? ആർക്കും അറിയില്ല. കാര്യം, ഈ വിശ്വാസ പ്രമാണം കർത്താവായ ദൈവം മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷം 12 ശിഷ്യന്മാര് സെഹിയോൻ ശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത്
പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഉടനെ തന്നെ അവർക്ക് ശക്തി പ്രാപിച്ചപ്പോൾ ജനങ്ങളുടെ മുമ്പാകെ അവർ 12 വിശ്വാസങ്ങൾ ഏറ്റുപറഞ്ഞു അത്രേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പാരമ്പര്യമാണ് കേട്ടോ, പാരമ്പര്യമാണ്. അതായത് അവരൊക്കെ തമ്പുരാൻ കർത്താവിലുള്ള വിശ്വാസം, അവർ ഓരോ കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ ഉണ്ടായതൊക്കെ അവർ ഏറ്റുപറയാൻ തുടങ്ങി. അതായത് ഒന്നാമത്തെ കാര്യം, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനി മുതൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഈ 12 കാര്യങ്ങൾ ഏറ്റുപറയണം. 12 ശിഷ്യന്മാര് പറഞ്ഞ വാചകങ്ങൾ, 12 കാര്യങ്ങൾ ഇന്ന് കേട്ടോളൂ കേട്ടോ. 1, ഇനി മുതൽ നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചൊല്ലി നോക്കിയോട്ടോ. 1, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് ഒന്നാമത്തെ വിശ്വാസ പ്രമാണം. രണ്ടാമത്തെ കാര്യം, അവരുടെ ഏകപുത്രനുള്ള കർത്താവുമായ യേശു മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു എന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നാലാമത്തെ കാര്യം, ഈ പുത്രൻ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു മരിച്ച് അടക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ കാര്യം, ഈ പുത്രൻ പാതാളങ്ങൾ ഇറങ്ങി എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആറാമത്തെ കാര്യം, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നു. ഏഴാമത്തെ കാര്യം, അതിനുശേഷം ഈ പുത്രൻ ജീവിക്കുന്നവരെയും മരിച്ചവരും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എട്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാ ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം 9ാമത്തെ കാര്യം, വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 10ാമത്തെ കാര്യം, പാപങ്ങളുടെ മോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 11ാമത്തെ കാര്യം, ശരീരത്തിന് ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. 12ാമത്തെ കാര്യം, നവമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ 12 കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞു വയ്ക്കാനുണ്ടല്ലോ, അത്ഭുതമുണ്ടാകും. നമ്മളൊക്കെ വിശ്വാസ പ്രമാണം നമ്മുടെ വീടുകളിലൊക്കെ ചൊല്ലുന്നുണ്ട്. നമ്മളൊക്കെ വീടുകളിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം എങ്ങനെയാണെന്നറിയോ? ഒരു സൂപ്പർ ഫാസ്റ്റ് പോലെ നമ്മളൊക്കെ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം, അർത്ഥങ്ങൾ അറിയാത്ത ഒരു വിശ്വാസ പ്രമാണം. നിങ്ങൾക്കറിയോ, തമ്പുരാൻ കർത്താവ് ഏതെങ്കിലും കാര്യത്തിൽ സൗഖ്യം കൊടുക്കാനായിട്ട് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബർത്തിമേയുസ് എന്ന് പറയുന്ന അന്ധയാചകൻ വന്നപ്പോഴും കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊക്കെ ചൊല്ലേണ്ട ഒരു കാര്യമാണ് വിശ്വാസ പ്രമാണം. നമ്മുടെ വീടുകളിൽ ചൊല്ലേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. ഞാൻ പലപ്പോഴും എൻ്റെ ഇടവജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ വിശ്വാസ പ്രമാണം ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ എഴുതി വെക്കണം. എന്താണെന്നറിയോ? നീ ഒരു ക്രിസ്ത്യാനിയാണ്, നിന്റെ വിശ്വാസമാണ് നീ ഏറ്റുപറയുന്നത്, നിന്റെ വിശ്വാസമാണ് നീ ഏറ്റുപറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പത്രോസ്ലിഹ ഏറ്റുപറഞ്ഞതുപോലെ, തോമാസ്ലിഹ ഏറ്റുപറഞ്ഞതുപോലെ, മർത്ത ഏറ്റുപറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കാനാങ്കാരിയെ സ്ത്രീ ഏറ്റുപറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയണം. അവിടെയാണ് ഞാനൊക്കെ ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് തെളിയിക്കുന്നത്, ക്രിസ്ത്യാനിയാണ് എന്നതിനെ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഈ 12 വിശ്വാസ സംഹിതകൾ നിന്റെ ജീവിതത്തിൽ ഏറ്റുപറയുമുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഉണ്ടാകട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ആത്മാർത്ഥമായി വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് അല്പനിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ, ദൈവമേ വിശ്വാസത്തിൽ വളരാൻ അനുഗ്രഹിക്കണമേ. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസവും അവ്യക്തതയും കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞങ്ങളുടെയൊക്കെ പുതിയ മാധ്യമങ്ങളുടെ അവർ തരുന്ന അറിവുകൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുതിയ തലമുറയിലെ തത്വസംഹിതയിൽ അടിയർ പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഈശോയെ, അങ്ങിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയൊരു വരം ഞങ്ങൾക്ക് തരണമേ. അതുവഴി ഞങ്ങൾ അങ്ങയെ പ്രഘോഷിക്കാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതെ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പകർത്താൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ. അതിനുള്ള വരം ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.